എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പുതുവർഷത്തിൽ ചിത്തിര നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചിത്തിര നക്ഷത്രം 2 രാശികളിലായിട്ടാണ് വരുന്നത്. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം കന്നി രാശിയിലും അവസാന 2 പാദം തുലാൻ രാശിയിലുമാണ്. ചിത്തിര നക്ഷത്രക്കാരുടെ, പ്രത്യേകിച്ച് കന്നി രാശിയിൽ വരുന്ന ചിത്തിര നക്ഷത്രക്കാരുടെ ഗ്രഹസ്ഥിതി, 2026 ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2026 ജൂൺ 2 വരെ 10-ലും തുടർന്ന് 11-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ശനി 7-ലും രാഹു 6-ലും കേതു 12-ലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവുമാണ്. എന്നാൽ തുലാൻ രാശിയിൽ വരുന്ന ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2026 ജൂൺ 2 വരെ 9-ലും തുടർന്ന് 10-ലും സഞ്ചരിക്കുന്നു. ശനി 6-ലും രാഹു 5-ലും കേതു 11-ലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ്. അപ്പോൾ പൊതുവെ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്നത്. പ്രത്യേകിച്ച് തുലാൻ രാശിയിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും സൽകീർത്തിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും അവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ ലഭിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന സമയമാണ്. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോയവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും അതെല്ലാം മാറിയില്ലെങ്കിലും ബിസിനസ് രംഗം കുഴപ്പമില്ലാതെ കുറച്ച് സാമ്പത്തിക നേട്ടത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പല വിധത്തിലുള്ള അംഗീകാരങ്ങളും ഇവിടെ തേടി വരുന്നതും ആയിരിക്കും. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് കന്നി രാശിയിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചകൾ അവരവരുടെ മതാചാര പ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി വർദ്ധിക്കുന്നതും ആയിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ സൗഭാഗ്യങ്ങളും ചിത്തിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.